ക്ഷമയോടെ കാത്തിരിക്കുക. റോമർ 2:1-16 വരെ. ധ്യാനത്തിനായിട്ട് 4-ാം വാക്യം. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? മനുഷ്യരെ രണ്ടായി തരംതിരിക്കാം: വിശ്വാസികളും അവിശ്വാസികളും. ഒരു കൂട്ടർ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നു, മറ്റേ കൂട്ടരാകട്ടെ അത് നിഷേധിക്കുന്നു. അങ്ങനെയുള്ളവർ ന്യൂനപക്ഷമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവനിഷേധികളാണ് ഭൂരിപക്ഷവും എന്ന് ഓർക്കുക. അതെങ്ങനെയാണെന്ന് പറയാം. ദൈവവിശ്വാസികളിൽ ഏറിയ പങ്കും ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും സംശയിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവരെ അവിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഒരിക്കൽ നല്ലവരിൽ നല്ലവളായ ഒരു വൃദ്ധമാതാവ് വീണ് ഏഴലൊടിഞ്ഞ് കിടപ്പിലായി. അപ്പോൾ പ്രൗഢവയസ്കയായ മകൾക്ക് ഒരു സംശയം: ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ എൻ്റെ അമ്മയോട് ഇത്ര ക്രൂരമായി വർത്തിക്കുമായിരുന്നോ? ഇതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ദൈവ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവവേദ്യമായി തീരുകയുള്ളൂ. ഒരു ദൃഷ്ടാന്ത കഥയിലൂടെ അത് വ്യക്തമാക്കാം. സ്നേഹസമ്പന്നരായ യുവദമ്പതികൾ അതീവ സന്തുഷ്ടരായി ജീവിച്ചിരുന്നു. പ്രിയതമയോടൊത്ത് കടപ്പുറത്ത് പോകുവാനുള്ള ആർത്തിയോടെയായിരിക്കും ഭർത്താവ് വൈകിട്ട് വരുന്നത്. ഭർത്താവിൻ്റെ വരവ് കാത്ത് ഭാര്യ ഉടുത്തൊരുങ്ങി നിൽക്കും. ആ ഇണക്കുരുവികൾക്ക് പിന്നെ പിണങ്ങിയോ പിരിഞ്ഞോ ഇരിക്കുവാൻ സാധ്യമല്ലായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ വേണമെന്ന് കൂട്ടുകാർ പറയുമായിരുന്നു. ഒരു ദിവസം പതിവിൽ അല്പനേരത്തെ ഭർത്താവ് വീട്ടിലെത്തി. അതാ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കൈവീശി യാത്ര പറയുന്നു. സ്നേഹസമ്പന്നനായ ആ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സംശയത്തിൻ്റെ കാർമേഘം ഉരുണ്ടുകൂടി. അവിടെ എങ്ങനെയാണ് സംശയിക്കുക? ഇന്നുവരെ അവിശ്വസ്തതയുടെ ലാഞ്ചന പോലും കണ്ടിട്ടില്ല. പക്ഷേ ആ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും അവൾ അയാളോട് ടാറ്റ പറയുന്നതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അതെങ്ങനെയാണ് വിശ്വസിക്കും? അവൾ ഏതോ രഹസ്യം തന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന പോലെ അയാൾക്ക് തോന്നി. എങ്കിലും സംശയത്തിൻ്റെ മാറാലകൾ തുടച്ചു നീക്കിക്കൊണ്ട് അയാൾ അവളോട് സ്നേഹപൂർവ്വം പെരുമാറി. പതിവ് പോലെ അന്നും അവർ കടപ്പുറത്ത് പോയി കാറ്റുകൊണ്ട് തിരിച്ചു വന്നു. അത്താഴം കഴിഞ്ഞ് ഉറങ്ങുവാൻ കിടന്നു. പിന്നെയും സംശയത്തിൻ്റെ തിരമാലകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അയാളുടെ മനസ്സിൻ്റെ തീരത്ത് വന്നടിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം പരിക്ഷീണനായി ഉണർന്നെഴുന്നേറ്റ് വന്ന ആ യുവാവ് കണ്ടത് വിവാഹവസ്ത്രങ്ങളണിഞ്ഞ് മുടിയിൽ പൂച്ചൂടി മനോഹരമായി പാക്ക് ചെയ്ത സമ്മാനപ്പൊതിയുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ ആയിരുന്നു. തങ്ങളുടെ വിവാഹവാർഷികം അന്നാണല്ലോ എന്നയാൾ ഓർത്തത് അപ്പോഴാണ്. നിരവധി മധുര സ്മരണകൾ ഉണർത്തുന്ന അക്കാര്യം ആ സമ്മാനം നൽകുമ്പോൾ മാത്രമേ ഭർത്താവ് അറിയാവൂ എന്ന് കരുതിയാണ് അവൾ അത് രഹസ്യമായി സൂക്ഷിച്ചത്. ആ സമ്മാനം കടയിൽ നിന്ന് കൊണ്ടുവന്ന ആടിനെയാണ് തലേ ദിവസം അയാൾ കണ്ടതെന്ന് പിന്നീട് അയാൾക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളുടെ നിഗൂഢത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം ഗോപനം ചെയ്യപ്പെട്ടിരിക്കും. എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവനെ അവിടുത്തെ സ്നേഹത്തിൻ്റെ മാധുര്യം കൂടുതൽ ആസ്വദിക്കുവാൻ കഴിയും. ഓർക്കണമേ, വിശ്വാസമില്ലാത്തിടത്ത് സ്നേഹത്തിന് നിലനിൽക്കാൻ വിഷമമാണ്. മത്തായി എഴുതിയ സുവിശേഷം 10:26. മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.